അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് കെപിസിസി അധ്യക്ഷനെ എഐസിസി നേതൃത്വം പ്രഖ്യാപിച്ചത്. സണ്ണി ജോസഫ് എംഎൽഎ ആണ് പുതിയ കെപിസിസി അധ്യക്ഷൻ. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രഖ്യാപനം നടത്തിയത്. കെ സുധാകരന് പകരമായിട്ടാണ് സണ്ണി ജോസഫിനെ നിയമിച്ചത്. കെ സുധാകരനെ പ്രവർത്തക സമിതി പ്രത്യേക ക്ഷണിതാവാക്കി. എം ഹസന് പകരം അടൂർ പ്രകാശിനെ യുഡിഎഫ് കൺവീനറായി നിയമിച്ചു. പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയമിച്ചു. പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ. അധ്യക്ഷ പദവിയിൽ നിന്ന് മാറാൻ വിമുഖത പ്രകടിപ്പിച്ച കെ സുധാകരനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് കണ്ണൂരിൽ നിന്നുള്ള സണ്ണി ജോസഫിന്റെ നിയമനം. നേരത്തെ ആന്റോ ആന്റണിയുടെ പേരാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും അധികം ഉയർന്നുകേട്ടത്. നിയമസഭയിലേക്ക് ആദ്യ മത്സരം സണ്ണി ജോസഫിന്റെ പേരാവൂരിൽ നിന്നായിരുന്നു. 2011 സിറ്റിംഗ് എംഎൽഎ കെ ശൈലജയ്ക്കെതിരെ ജയിച്ചു. 2016 ഇവിടെ ജയം ആവർത്തിച്ചു. നിയമബിരുദധാരിയാണ് ഇദ്ദേഹം. നിയമം പഠിച്ചത് കോടതിയേക്കാൾ പ്രയോജനപ്പെട്ടത് നിയമസഭാ ചർച്ചകൾക്കിടയിലുള്ള വാദപ്രതിവാദത്തിലായിരുന്നു. ഇരട്ടിയാണ് താമസം. ഭാര്യ എൽസി ജോസഫ്, മക്കൾ ആശ, ഡോക്ടർ അഞ്ജു. തൊടുപുഴയിൽ നിന്ന് ഉളിക്കൽ പുറവയലിലേക്ക് കുടിയേറിയതാണ് കുടുംബം. KSC വഴി രാഷ്ട്രീയക്കാരനായി. കണ്ണൂർ DCC പ്രസിഡന്റായിരുന്നു. ഇതിനിടെ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്ക്, തലശ്ശേരി കാർഷിക വികസന ബാങ്ക്, മട്ടന്നൂർ ബാർ അസോസിയേഷൻ, ഇരിട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്നിവയുടെ പ്രസിഡന്റായി. അതേസമയം നല്ല തീരുമാനമാണ് ഇതെന്നും UDFന്റെ തിരിച്ചുവരവിന് എല്ലാവരും ഒരുമിച്ച് നേതൃത്വം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. നിലവിലെ UDF കൺവീനർ M ഹസനെയും വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ്, TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവരെ പദവിയിൽ നിന്ന് ഒഴിവാക്കിയാണ് മറ്റുള്ളവരെ നിയമിച്ചത്. അതേസമയം തന്നെ പുതിയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായ PC വിഷ്ണുനാഥിനെ AICC സെക്രട്ടറി പദവിയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗും പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിരിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു.